അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം പ്രൊവൈഡറായിട്ടുള്ള ഭാരതി എയർടെൽ അവരുടെ Q3 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും പ്രകടനങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് വിപണി കാണിക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ടുകൾ കാണിക്കുന്നത്. നമുക്കൊരു ബ്രീഫ് സ്കെച്ച് നോക്കാം. എന്താണ് ഭാരതി എയർടെലിൻ്റെ Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എന്നുള്ളത്. Q3 റിസൾട്ട്, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം അടങ്ങിയ 3 മാസത്തെ റിസൾട്ടാണിത്. ഇതിൽ എയർടെലിൻ്റെ കംപ്ലീറ്റ്, അതായത് ഇന്ത്യയിലും ആഫ്രിക്കയിലുമായിട്ട് ഏകദേശം 15 രാജ്യങ്ങളിലായിട്ട് ഇവർ വ്യാപിച്ചു കിടക്കുന്നു. ഇവർക്ക് 645 മില്യൺ, അതായത് 64.5 കോടി വരിക്കാരുള്ള ഒരു കമ്പനിയായിട്ട് എയർടെൽ ഓൾ ഓവർ വേൾഡ് മാറിയിരിക്കുന്നു 15 രാജ്യങ്ങളിലായിട്ട്. അതുപോലെ തന്നെ മൊത്തം റവന്യൂ 53,982 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി 3 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 19.6% വർധനവാണ് എയർടെലിൻ്റെ റവന്യൂവിൽ കാണിച്ചിട്ട് സെയിൽസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആവറേജ് റവന്യൂ പെർ യൂസർ ആർപു എന്ന് പറയുന്നത് സാധാരണയായിട്ട് ടെലികോം കമ്പനികളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു സബ്സ്ക്രൈബറിൽ നിന്നും അല്ലെങ്കിൽ ഒരു മെമ്പറിൽ നിന്നും ഒരു വരിക്കാരിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്ന ആവറേജ് റവന്യൂ ആണ്. ഇതല്ല അതിന് മുകളിലാവാം താഴെയാവാം, പക്ഷേ ആവറേജ് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് ആവറേജ് റവന്യൂ പെർ യൂസർ എന്ന് പറയുന്നത്. ഇത് 259 രൂപയായിട്ട് റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 245 കോടി രൂപയായിരുന്നു ആർപു, അത് 259 ഉയർന്നിരിക്കുന്നു. ഇബിറ്റ, അതായത് ഇബിറ്റ എന്ന് പറയുന്നത് 31,144 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുന്ന സമയത്ത് 25.2% വർധനമാണുള്ളത്. ഇബിറ്റ മാർജിൻ 57.7%. നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ഇബിറ്റ്, അതായത് 17,654 കോടി രൂപയുടെ ഇബിറ്റാണുള്ളത്. 34% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത്. മാർജിൻ 32.7% ഉയർന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ കണക്കുകൾ മാത്രം എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 46.6 കോടി വരിക്കാരാണ് കമ്പനിക്കുള്ളത്. ഇന്ത്യയിലെ റവന്യൂ 39,226 കോടി രൂപയാണ്. ഇബിറ്റ 23,676 കോടി രൂപയാണ്. ഇബിറ്റയിലെ 12,591 കോടി രൂപയാണ് ഇബിറ്റ് ഉള്ളത്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയാം. 26% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്നത്. ഇബിറ്റ മാർജിൻ 32.1%. അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത് 9,249 കോടി രൂപയാണ്. അതുപോലെ ആഫ്രിക്കൻ കസ്റ്റമർ ഏകദേശം 17.5 കോടി കഴിഞ്ഞിരിക്കുന്നു. 18 കോടിയോളം ആൾക്കാർ ആഫ്രിക്കയിലും എയർടെൽ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. റവന്യൂ അവിടുന്ന് 24.7% വർധനമുണ്ടായിരുന്നു. ഇബിറ്റ മാർജിൻ 49.3% കൂടിയിട്ടുണ്ട്. ഏതായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഭാരതി എയർടെലിൻ്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്.